വെള്ളത്തിനടിയിൽ ആരാണ് ഒരുപാട് സമയം ശ്വാസം അടക്കി പിടിക്കുന്നതെന്ന് ഇവർക്കിടയിൽ ഒരു ബെറ്റ് നടക്കുന്നു. എന്നാൽ ആദ്യത്തെ കുറച്ച് സമയം അവർ രണ്ടുപേരും വളരെ സമാധാനത്തോടെ ശ്വാസം അടക്കി പിടിച്ചെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പോൾ ആ ഒരു പയ്യനെ നോക്കി ഓരോ വൃത്തികെട്ട ആംഗ്യങ്ങൾ കാണിക്കാൻ ആരംഭിച്ചു. പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ആ ഒരു പയ്യന്റെ മുഖത്ത് ഒരു തരത്തിലും ഭാവമാറ്റമില്ല. ആ ഒരു പയ്യനെ കളിയാക്കി കുറച്ച് സമയം കഴിഞ്ഞതും ആ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്നും ഇപ്പോൾ ഒരുപാട് കുമിളകൾ പുറത്തേക്ക് വരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും അവരുടെ മേലെ പ്രഷർ വർദ്ധിച്ച് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് ആ ഒരു പയ്യൻ ഇപ്പോൾ അവളെ നോക്കി ചിരിക്കുകയാണ്. ഇത് കാരണം തന്റെ തോൽവി സംബന്ധിച്ച് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ആ ഒരു പൂളിന്റെ മുകളിലേക്ക് വരുന്നു. പക്ഷേ അവളാണെങ്കിൽ ഏകദേശം 40 മിനിറ്റോളം ശ്വാസം അടക്കി പിടിച്ചതിന് ഇപ്പോൾ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആ ഒരു പയ്യനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഇപ്പോഴും ആ ഒരു പൂളിന്റെ അടിയിൽ ഇരിക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞതും ആ ഒരു പയ്യനാണെങ്കിൽ അവന്റെ ജാക്കറ്റ് അഴിച്ചു കളഞ്ഞ് അവനൊരു മനുഷ്യനാണെന്ന് പോലും മറന്ന് ആ ഒരു പൂളിന്റെ അടിയിലൂടെ നീന്തുകയാണ്. ശേഷം മുകളിലേക്ക് വന്നവൻ ഏകദേശം 43 മിനിറ്റോളം വെള്ളത്തിനടിയിൽ നിന്ന് ഒരു വേൾഡ് റെക്കോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വളരെ ഈസിയായി ആ ഒരു മത്സരത്തിൽ ജയിച്ച ഒരു പയ്യനാണെങ്കിൽ ഇപ്പോൾ വീണ്ടും അവന്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ ഒരു പൂളിനടിയിൽ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് അവന്റെ കയ്യിലെ തൊലിയാണെങ്കിൽ ഇപ്പോൾ പതിയെ പറഞ്ഞു വന്ന് ആ ഒരു വെള്ളത്തിന്റെ മുകളിലേക്ക് പോകുന്നു. ശേഷം അവൻ അവന്റെ പിൻഭാഗത്തേക്ക് നോക്കിയാൽ യഥാർത്ഥത്തിൽ അവന്റെ പിൻഭാഗം മുഴുവനായും ഇപ്പോൾ തൊലിയെല്ലാം ഇളകി വരികയാണ്. അങ്ങനെ അവർ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് അവന്റെ ഭാര്യ ഇപ്പോൾ അവനിലെ മാറ്റം കണ്ടെത്താൻ വേണ്ടി രക്തം ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതിൽ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു പയ്യന്റെ ബ്ലഡ് സെൽസ് ആണെങ്കിൽ മുഴുവനായും മറ്റേതോ ജീവിയുടേതുപോലെ മാറാൻ തുടങ്ങിയിരുന്നു.